ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫിസിക്സ് ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് PSC ചോദിച്ച 2019 മുതൽ 2026 വരെ PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ തരുന്നത്. അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരും. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS SCRT ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ LDC എക്സാമുകൾക്കൊക്കെ ഏകദേശം ഒരേ സിലബസാണ് വരുന്നത് അല്ലേ. കുറച്ചുകൂടി ഡീപ്പായിട്ടാണ് ഇപ്പോൾ LDC ആണെങ്കിലും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിലും വരാം. ഇംഗ്ലീഷും മാത്സും വരും, അതുപോലെ തന്നെ വേൾഡുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും വരും അല്ലേ. അപ്പോൾ അത് നമുക്ക് അടുത്ത ഈ ഒരു കമ്പനി ബോർഡ് LGSൻ്റെ SCRT ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കമ്പനി ബോർഡ് LGS SCRT ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ സബ്ജക്റ്റും ഇപ്പോൾ കേരള ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ ഹിസ്റ്ററി, എക്കണോമിക്സ്, അതുപോലെ തന്നെ സ്വതന്ത്രാനന്തര ഇന്ത്യ, പിന്നെ ഇതാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് പൊതുജനാരോഗ്യം എന്നീ ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. ഫിസിക്സും കെമിസ്ട്രിക്ക് കുറച്ചധികം ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിനാൽ തന്നെ നമ്മൾ അത് 2-3 ക്ലാസ്സുകളായിട്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS എക്സാമിന് LGS മാതൃകയിലുള്ള ചോദ്യപേപ്പേഴ്സ് കഴിഞ്ഞ പരീക്ഷകളിൽ PSC ചോദിച്ച ചോദ്യങ്ങളും നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് അപ് ടു ഡേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാത്സിൻ്റെ എക്സ്പ്ലനേഷനും കൂടി നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ലൈക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്സ് ആണെന്ന് പറഞ്ഞു. നമുക്കറിയാം ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും 5 മാർക്കാണ് വരുന്നത്. ഇതിൽ ഫിസിക്സിലെ ഇന്നത്തെ ടോപ്പിക്ക് പ്രവൃത്തിയും ഊർജ്ജവും എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നമുക്ക് ഫിസിക്സിലെ ചലനങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചലനങ്ങളുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രവൃത്തിയും ഊർജ്ജവുമാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രകാശം അങ്ങനത്തെ ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ. നമ്മൾ SCRT ചാപ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ അല്ലേ. SCRT ചാപ്റ്റേഴ്സിലെ പൊതുജനാരോഗ്യം 10 മാർക്കാണ് വരുന്നത്. SCRT ഭാഗത്തു നിന്ന് വരുന്ന ഭാഗങ്ങൾ നമ്മൾ ഇതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ സ്ഥിതികോർജ്ജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ. സ്ഥിതികോർജ്ജം എന്ന് വെച്ചാൽ എന്താണ്? സ്ഥാനം മൂലമുണ്ടാകുന്ന ഊർജ്ജത്തെയാണെന്ന് പറയുന്നത് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോൺഫിഗറേഷൻ മൂലമോ സ്ഥാനം മൂലമോ ഉണ്ടാകുന്ന ഊർജ്ജത്തെയാണെന്ന് പറയുന്നത് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത് അല്ലേ. സ്ഥിതികോർജ്ജത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ എന്താണ്? mgh ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന എക്സാമ്പിളാണ് നോക്കാം. അമർത്തിയ സ്പ്രിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺഫിഗറേഷൻ മൂലം ഉണ്ടാകുന്നതാണ് അല്ലേ. അപ്പോൾ അത് ശരിയാണ്. ഇനി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ചലനമാണ് നടക്കുന്നത് അല്ലേ. ചലനം നടക്കുന്നുണ്ടെങ്കിൽ ആ ഊർജ്ജം എന്തായിരിക്കും? ഗതികോർജ്ജമായിരിക്കും, അല്ലെങ്കിൽ എന്താണ്? കൈനറ്റിക് എനർജി ആയിരിക്കും. നെക്സ്റ്റ്, ഡാമിൽ സംഭരിച്ചിട്ടുള്ള ജലം എന്ന് പറയുന്നത് എന്താണ്? സ്ഥിതികോർജ്ജമാണ് അല്ലേ. അപ്പോൾ അതും ശരിയാണ്. ആൻസർ വരുന്നതാണ് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ആണ് സ്ഥിതികോർജ്ജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ. അപ്പോൾ സ്ഥിതികോർജ്ജം എന്ന് വെച്ചാൽ എന്താണ്? സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ഉണ്ടാകുന്ന ഊർജ്ജമാണ്. പുതിയ SCRTയിൽ എടുത്ത് പറയുന്നുണ്ട് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക്, അതിനാലാണ് അത് തന്നെ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ഉണ്ടാകുന്ന ഊർജ്ജത്തെയാണെന്ന് പറയുന്നത് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ ഉണ്ടല്ലോ നമ്മൾ പ്രവൃത്തി ഊർജ്ജം എന്ന് പറയുന്ന ഒരു ടോപ്പിക് 9ാം ക്ലാസ്സിൽ SCRTയിൽ വരുന്നുണ്ട് കേട്ടോ. 2 ക്ലാസ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ ക്ലാസ്സുകൾ പോയി കാണാം. അല്ലാതെ തന്നെ നമ്മൾ കമ്പനി ബോർഡ് LGSനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഓരോ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സ്ഥിതികോർജ്ജം എന്താണെന്ന് മനസ്സിലായി. ഇനി എന്താണ് ഗതികോർജ്ജം എന്ന് വെച്ചാൽ എന്താണ്? കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താണ്? ചലനം മൂലമുണ്ടാകുന്ന ഊർജ്ജമാണ് അല്ലേ. ചലനം മൂലമുണ്ടാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം എന്ന് പറയുന്നത്. ഗതികോർജ്ജത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? 12mv² അല്ലേ. 12mv² ആണ്. ഗതികോർജ്ജം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? 12mv² ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇനി മെയിൻ എക്സാമിൻ്റെ സിലബസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് ഫിസിക്സിൽ നിന്ന് 3 മാർക്കാണ് വരുന്നത്. അതിൽ നമ്മൾ എടുക്കുന്ന ഭാഗമാണ് പ്രവൃത്തിയാണ് അല്ലേ. പ്രവൃത്തി, ഊർജ്ജം, പവർ, ഗണിത പ്രശ്നങ്ങൾ, ഉത്തോലകങ്ങൾ, വിവിധ തരം ഉത്തോലകങ്ങൾ എന്നിവയാണ് ഒരു പാർട്ടിൽ വരുന്നത് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് നോക്കാം. നെക്സ്റ്റ് നമ്മളിതുപോലെ തന്നെ ചലനം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ചലനം അതുപോലെ തന്നെ ശാഖകളും പറഞ്ഞില്ലേ, യൂണിറ്റുകളും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
ബാക്കി നെക്സ്റ്റ് ചാപ്റ്ററിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രകാശം കേട്ടോ, പ്രകാശമാണ് നെക്സ്റ്റ് ടോപ്പിക്ക്. നമുക്ക് എന്തായാലും ഈ എല്ലാ ടോപ്പിക്സും എന്തായാലും കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം, കാരണം കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് എടുക്കാമെന്ന് പറയുമ്പോൾ കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കിലോ വാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിൻ്റെ യൂണിറ്റാണ്? കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് ഏത് ഭൗതിക അളവിൻ്റെ യൂണിറ്റാണ്? ഏതിൻ്റെയാണ്? എനർജി, ഊർജ്ജത്തിൻ്റെ യൂണിറ്റാണ് കിലോ വാട്ട് അവർ. താഴെ തന്നിരിക്കുന്നവയിൽ ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ജൂൾ പെർ സെക്കൻഡ് ആണ്. ജൂൾ പെർ സെക്കൻഡ് എന്തിൻ്റെ യൂണിറ്റാണ്? പവറിൻ്റെ യൂണിറ്റാണ് ജൂൾ പെർ സെക്കൻഡ്. കിലോ വാട്ട് അവർ, എർഗ്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ഒക്കെ എന്തിൻ്റെ യൂണിറ്റാണ്? ഊർജ്ജത്തിൻ്റെ യൂണിറ്റാണ് അല്ലേ, ഊർജ്ജത്തിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ഊർജ്ജത്തിൻ്റെ യൂണിറ്റുകളാണ് കിലോ വാട്ട് അവർ, എർഗ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നിവ. ഓക്കെ, കിലോ വാട്ട് അവർ, പിന്നെ എന്താണ്? എർഗ്, കിലോമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പിന്നെ ഏതാ വരാ? ജൂൾ വരുന്നില്ലേ, ജൂൾ എന്ന് പറയുന്നതും ഊർജ്ജത്തിൻ്റെ യൂണിറ്റാണ്. പിന്നെ ഈ സെയിം തന്നെയാണ് എന്തിന് വരുന്നത്? പ്രവൃത്തിയുടെ യൂണിറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ വരും? എർഗും ജൂളും വരും. അതുപോലെ തന്നെ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നതും എന്തിൻ്റെ യൂണിറ്റുകളാണ്? പ്രവൃത്തിയുടെയും യൂണിറ്റുകളാണെന്ന് പഠിച്ചു വച്ചിരിക്കാം. അപ്പം ഊർജ്ജത്തിൽ കിലോ വാട്ട് അവർ വരുന്നുണ്ട്. ഇനി ജൂൾ പെർ സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ പവറിൻ്റെ യൂണിറ്റാണ്. പവറിൻ്റെ യൂണിറ്റുകൾ വരുന്നത് എന്തൊക്കെയാണ്? പവറിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് വരാം. അതുപോലെ തന്നെ വാട്ട് എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റാണ്, വാട്ട്. പിന്നെ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബാണ് ഇവിടെ വരാം കേട്ടോ. കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് ക്യൂബാണ് വരാം. എന്തിൻ്റെ യൂണിറ്റിൽ വരുന്നത്? പവറിൻ്റെ യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റുകളാണ് എർഗ്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ, അതുപോലെ ന്യൂട്ടൺ മീറ്റർ, പിന്നെന്താണ് വരിക? ജൂള്, എർഗ് എന്നിവയൊക്കെ എന്ത് തന്നെയാണ്? പ്രവൃത്തിയുടെ യൂണിറ്റുകളാണ്. ഊർജ്ജത്തിൻ്റെ യൂണിറ്റുകളാണ് കിലോ വാട്ട് അവർ, എർഗ്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ, ജൂൾ എന്നിവ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ജൂളാണ് പ്രവൃത്തിയുടെ SI യൂണിറ്റ്. വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റം ഏത്? മോട്ടോറിലാണ് ചോദിച്ചിരിക്കുന്നത്. വൈദ്യുത മോട്ടോറിൽ ഏതാണ് വരുന്നത്? വരുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണല്ലേ. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം എന്താണ്? ചലനമാണ്. ഇനി 1 ന്യൂട്ടൺ = എത്രയാണ്? 1 ന്യൂട്ടൺ = 10⁵ ഡൈൻ ആണ്. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ പറഞ്ഞു മാത്രം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ഏതാണ്? കഴിവാണ് ഊർജ്ജം. ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റ് ഏത്? CGS യൂണിറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, എർഗ് ആണ് ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റ്. ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? എർഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഊർജ്ജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? ജൂളാണ് അല്ലേ. തന്നിരിക്കുന്നതിൽ ഏതാണ് യൂണിറ്റ് വരുന്നത്? ജൂളാണ് വരുന്നത്. അതുപോലെ തന്നെ എർഗ് എന്ന് പറയുന്നത് എന്താണ്? CGS യൂണിറ്റ് ആണ്. ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റ് ആണ് എർഗ് എന്ന് പറയുന്നത്. ഇനി ജൂൾ എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇതാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കിലോ വാട്ട് അവറും എന്താണ്? ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ, കിലോ വാട്ട് അവർ. പിന്നെ ഇതാ പറഞ്ഞത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ആണ്. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവുമാക്കി മാറ്റുന്നുണ്ട്, അതുപോലെ തന്നെ താപോർജ്ജവുമാക്കി മാറ്റുന്നുണ്ട്. ഇതിലേതാണ് വരുന്നത്?
ഫാനാണ് അല്ലേ, ഇലക്ട്രിക് ഫാനാണ് വരുന്നത് കേട്ടോ. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇലക്ട്രിക് ഫാൻ. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണം ചോദിക്കുകയാണെങ്കിൽ ഏതാ വരാം? ഇലക്ട്രിക് ഫാനാണ് വരുന്നത്. യാന്ത്രികോർജ്ജവും അതുപോലെ തന്നെ താപോർജ്ജവും. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഐൻസ്റ്റീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മോട്ടോർ ഉപയോഗിച്ച് 120 മീറ്റർ ആഴമുള്ള ഒരു കിണറിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് 400 കിലോഗ്രാം ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടോറിൻ്റെ പവർ എത്ര? എന്താണ് ചോദിച്ചിരിക്കുന്നത്? പവർ കാണാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പവർ കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? പവർ ഈസ് ഈക്വൽ ടു എന്താണ്? W/T ആണ് അല്ലേ. അതായത് പ്രവൃത്തി ബൈ സമയമാണ് എന്ന് പറയുന്നത് പവർ എന്ന് പറയുന്നത് അല്ലേ. W/T ആണ്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് നോക്കി നോക്കാം. തന്നിരിക്കുന്ന ഇത് നോക്കാം. തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഒരു 120 മീറ്റർ ആഴമുള്ള ഒരു കിണറിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് സമയം തന്നിട്ടുണ്ട് നമുക്ക്. അതുപോലെ തന്നെ 400 കിലോഗ്രാം ജലമാണെന്നും പറഞ്ഞിട്ടുണ്ട്. ജിയും നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ എന്താണ്, നമുക്കിവിടെ വർക്ക് എത്രയാണെന്ന് തന്നിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ വർക്ക് കണ്ടുപിടിക്കണം അല്ലേ. വർക്ക് കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? W= എന്താണ്? mgh ആണ് അല്ലേ. mgh ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്താം? mgh/T ഇടാം. കാരണം നമുക്ക് ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വർക്ക് തന്നിട്ടില്ല. വർക്ക് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ mgh എന്ന് പറയുന്നത് ഏതാ? ഓക്കെ. അപ്പോൾ mgh എന്ന് പറയുമ്പോൾ എത്രയാണ്? എത്ര കിട്ടിയിരിക്കുന്നത്? 400 കിലോഗ്രാം ആണ്. അപ്പോൾ 400 കിലോഗ്രാം ഇൻറ്റു ജി നമുക്ക് തന്നിട്ടുണ്ട് 10 എടുത്താൽ മതിയെന്ന്. 400 × 10 ഹൈറ്റ് എത്രയാണ്? 120 മീറ്റർ ആണ്. ബൈ എത്രയാണ്? സമയം എത്രയാണ്? 5 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. 5 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 5 മിനിറ്റ് നമുക്ക് സെക്കൻഡ് ആക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 5 × 60 ചെയ്താൽ മതി. 5 × 60 ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ് കിട്ടുക? അപ്പോൾ 1600 വാട്ട് എന്നാണ് കിട്ടുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരാം. മനസ്സിലായല്ലോ. അതായത് പവർ കാണുന്നതിനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പവർ ഈസ് ഈക്വൽ നമുക്കറിയാം പ്രവൃത്തി ബൈ സമയം, അല്ലെങ്കിൽ എന്ന് നമുക്ക് പറയാം ഊർജ്ജം ബൈ സമയമാണെന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ mgh/T ആണ് വരാം അല്ലേ. mgh/T ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എമ്മും ജിയും എച്ചും ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ mgh/T വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? ഓപ്ഷൻ ഡി ആണ് 1600 വാട്ട് എന്ന് കിട്ടും. 1600 വാട്ട്. ഓക്കെ. ഇനി പവർ നമ്മൾ പറഞ്ഞു എന്താണ്? വാട്ട് എന്നാണ്. അതുപോലെ തന്നെ ജൂൾ എന്ന് പറയുന്നത് എന്താണ്? പവറിൻ്റെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? ഈ പവറിൻ്റെ യൂണിറ്റ് ആണെന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ പിന്നെ എന്താണ്? ഒരു ഹോഴ്സ് പവർ ചോദിക്കാറുണ്ട്. ഹോഴ്സ് പവർ എന്ന് വെച്ചാൽ യന്ത്രങ്ങളുടെ പവർ അളക്കുന്ന യൂണിറ്റ് ആണ് ഹോഴ്സ് പവർ. അതൊക്കെ എന്താണ്? പവറിൻ്റെ യൂണിറ്റുകളാണ്. 10 കിലോഗ്രാം മാസമുള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കുന്നു എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും? പ്രവൃത്തി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ഊർജ്ജം ബൈ സമയം എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? എത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്താണ് പ്രവൃത്തി എന്ന് വെച്ചാൽ എന്തായിരുന്നു? W= എന്നാണ് F/S ആണ് അല്ലേ. F/S ആണ് വരുന്നത് അല്ലേ. ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ് പ്രവൃത്തി കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്നതിൽ 10 കിലോഗ്രാം മാസമാണ് തന്നിട്ടുണ്ട്. M= നമുക്ക് 10 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ദൂരം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. 10 മീറ്റർ ആണ് വലിച്ചു നീക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദൂരം എന്ന് പറയുന്നത് S എന്ന് പറയുന്നത് നമുക്ക് 10 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് പ്രവൃത്തിയുടെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രവൃത്തി ഈസ് എന്താണ്? F/S ആണ്. F എന്ന് വെച്ചാൽ എത്രയാണ്? MA/S ആണ് അല്ലേ. M എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എത്രയും തന്നിട്ടുണ്ട്? M എന്ന് പറയുന്നത് 10 കിലോഗ്രാം മാസമാണ്. അപ്പോൾ 10 തന്നിട്ടുണ്ട്. ഇനി ആക്സിലറേഷൻ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ഗുരുത്വാകർഷണ ബലത്തിന് എതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ്. അപ്പം ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് എപ്പോഴും ലംബമായിട്ട് താഴേക്കായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ. ലംബമായിട്ട് താഴോട്ടായിരിക്കും. ഗുരുത്വാകർഷണം എപ്പോഴും മുകളിൽ നിന്ന് താഴേക്കില്ലേ. അതായത് ലംബമായിട്ട് താഴേക്കാണ് വരിക. അപ്പോൾ നമുക്ക് ഗുരുത്വാകർഷണ ബലത്തിനെതിരെയെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? അതെന്ന് പറയുന്നത് ഒരു 90 ഡിഗ്രി ആയിരിക്കും വരാം. ഓക്കെ.
ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ എഫ് ഇൻറ്റു എസ് വരെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. പക്ഷേ നമുക്കിതിപ്പോൾ +2 പ്രിലിംസിൻ്റെ എക്സാമാണ്. +2 പ്രിലിംസിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് വരുന്നുണ്ട് പ്രവൃത്തി കാണുന്നതിനുള്ള ഇക്വേഷൻ W = F × S × cos θ എന്നും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് F × S എന്ന് മാത്രം ഇടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ എന്നുള്ള ഗുരുത്വാകർഷണ ബലത്തിനെതിരെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 0 കൊടുത്തിട്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ശരിയായ രീതി എന്ന് പറയുന്നത് എഫ് എസ് കോസ് തീറ്റ എന്ന് പറയുന്നത് കൂടി ഇടാണെന്നുണ്ടെങ്കിലാണ് കേട്ടോ. അതായത് കോസ് തീറ്റ എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രി ആണ് വരുന്നത്. ലംബമായിട്ട് താഴേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 0 ആയിട്ട് മാറും. അത് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 0 ആണ് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കാം, ഗുരുത്വാകർഷണ ബലത്തിനെതിരെയാണ്. ഗുരുത്വാകർഷണ ബലത്തിനെതിരെയെന്ന് പറയുമ്പോൾ എന്ത് കൊടുത്താൽ മതി, വാല്യൂസ് 0 ഇട്ട് കൊടുത്താലും മതി. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ശരിയായ രീതി എന്ന് പറയുന്നത് ഈ കോസ് തീറ്റയിൽ നമ്മൾ 90 ഡിഗ്രി ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 0 എന്തായാലും നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 0 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ, 30 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടം. അപ്പോൾ നമുക്കിവിടെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഹൈറ്റ് = നമുക്ക് എന്ത് ചെയ്താം, 30 എന്ന് എഴുതാം അല്ലേ. ഹൈറ്റ് = 30 എന്ന് എഴുതാം. h = 30. ഓക്കെ, h = 30 എന്ന് തന്നിട്ടുണ്ട്. ഇനി 50 ഗ്രാം ഭാരമുള്ള കല്ലാണ്. അപ്പോൾ നമുക്ക് m = എത്രയാണ്, 50 ഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി എത്തുമ്പോൾ പ്രവേഗം ഏകദേശം എത്രയായിരിക്കും, പ്രവേഗമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ v = നമുക്ക് എന്ത് ചെയ്താം, പ്രവേഗം കാണുന്നതിനുള്ള ഇക്വേഷൻ നമുക്ക് തന്നിട്ടുള്ള ആദ്യം തന്നെ നോക്കാം. എന്നൊക്കെ തന്നിട്ടുണ്ട്, എച്ചും എമ്മും തന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. v കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, പൊട്ടൻഷ്യൽ എനർജിയുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷനാണ്. √2pe/m. √2pe/m. അപ്പോൾ v = എന്താണ്, √2pe/m അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്, mgh ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. എന്താണ്, v = നമുക്ക് എന്ത് ചെയ്താം, √2 × mgh/m എന്ന് നമുക്ക് എഴുതാം. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ എല്ലാം ഉണ്ട് അല്ലേ. ഏതൊക്കെ ഉണ്ട്, m ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, √2 × m എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്, √2 × m എത്രയാണ്, 50 ഗ്രാം ആണ്. 50 × ഇനി എത്രയാണ് h തന്നിരിക്കുന്നത്, h എത്രയാണ് തന്നിരിക്കുന്നത്, 30 ആണ് അല്ലേ. 30 = നമുക്ക് എത്ര കിട്ടും, ഓക്കെ, /m ഉണ്ട് അല്ലേ. /50 ഗ്രാം /50 ഗ്രാം എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ എത്ര കിട്ടുകയെന്ന് വെച്ചാൽ √588 ആണ് കിട്ടുക കേട്ടോ. എത്രയാണ് കിട്ടുക, 588 ആണ് കിട്ടുക. √588 ആണ് കിട്ടുക, 588. അപ്പോൾ നമുക്ക് ആൻസർ ഏകദേശം വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 24.25 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് 24.25 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ഇത് കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ് v = എന്താണ്, √2pe/m എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുക. അതിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കാണുന്നതിനുള്ളത് mgh അറിയാം. നമുക്ക് ബാക്കി എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഒരു ഉപഗ്രഹത്തിൻ്റെ ഗതികോർജം 2 mg ആണ് എങ്കിൽ ആ ഉപഗ്രഹത്തിൻ്റെ ആകെ ഊർജ്ജം എത്രയായിരിക്കും. നമുക്ക് ഗതികോർജം തന്നിട്ടുണ്ട്, ആകെ ഊർജ്ജമാണ് കാണേണ്ടത് അല്ലേ. നമുക്കറിയാം ഊർജ്ജം കാണുന്ന ഇക്വേഷൻ എന്താണ്, ടോട്ടൽ എനർജി കാണുന്നതിനായിട്ട് 2 എനർജിയും കൂട്ടിയാൽ മതി. സ്ഥിതികോർജം ഗതികോർജം കൂടെ കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് എന്തെന്ന് പറയുന്നത്, ആകെ ഊർജ്ജം എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ നമുക്ക് എന്താണ്, ഗതികോർജം തന്നിട്ടുണ്ട്, 2 mg ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇനി പൊട്ടൻഷ്യൽ എനർജി നമുക്ക് തന്നിട്ടുണ്ടോ, ഇല്ല. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും, ഗതികോർജമാണ് നമുക്ക് 2 mg എന്ന് തന്നിരിക്കുന്നത്. ഗതികോർജമാണ് 2 mg എന്ന് തന്നിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഉപഗ്രഹത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗതികോർജം സ്ഥിതികോർജമൊക്കെ കാണാനായിട്ട് നമുക്ക് ഗതികോർജം മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ സ്ഥിതികോർജം കാണണമെന്നുണ്ടെങ്കിൽ ഈ ഗതികോർജം നമുക്ക് തന്നിട്ടുള്ളതിൽ ആ വാല്യൂൻ്റെ ഇരട്ടി ആയിരിക്കും എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജം എന്ന് പറയുന്നത്. പിന്നെ അവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കണം, -സൈനും കൂടി ഇട്ട് കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ഒരു ഉപഗ്രഹത്തിൻ്റെയാണ് നമുക്ക് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഗതികോർജം തന്നിട്ടുണ്ടായിരിക്കും. സ്ഥിതികോർജം കാണുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിന് ഇരട്ടി ഇട്ട് കൊടുത്തിട്ട് -y ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 - 4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി, -2 mg എന്ന് കിട്ടിയില്ലേ. അതാണ് അവിടുത്തെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇത് LDC ലെവൽ എക്സാം ആയിരുന്നു കേട്ടോ. 2021 LDC മെയിൻ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏത്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏത്, ഇതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, LPG ആണ് വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജ്ജത്തിന് എന്ത് സംഭവിക്കും? വസ്തുവിൻ്റെ ഗതികോർജ്ജം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് mv² ആണ്. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മാസ് പകുതിയാകുന്നു. പിന്നെന്താണ്? പ്രവേഗം ഇരട്ടിയാകുന്നു എങ്കിൽ വസ്തുവിൻ്റെ ഗതികോർജ്ജം എത്രയായിരിക്കും? അപ്പോൾ ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? ഹാഫ് ഇൻറ്റു m/2 ഇൻറ്റു 2v² എന്ന് പറയുമ്പോൾ 4v² എന്ന് വന്നു അല്ലേ? 4v² എന്ന് വന്നു. ഇനി നമുക്ക് ഇത് വെട്ടിക്കൂടെ? 2v² വന്നു. അപ്പോൾ അല്ലേ ഹാഫ് ഇൻറ്റു m/2 ഇൻറ്റു 2v² എന്ന് വന്നു അല്ലേ? 2v² എന്ന് വന്നു. ഇവിടെ ഹാഫ് mv² എന്ന് പറയുന്നത് എന്തിൻ്റെ ഇക്വേഷനാണ്? ഹാഫ് mv² എന്ന് പറയുന്നത് എന്തിൻ്റെ ഇക്വേഷനാണ്? m/2 ഇല്ല, ഹാഫ് mv² എന്നാണോ അല്ലേ? നോക്കി ഒന്നുകൂടി ഇതാ, ഹാഫ് m2v² എന്ന് വന്നു. ഇതിൽ നിന്ന് നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് mv² ആണ് അല്ലേ? ഹാഫ് mv² ആണ്. 2 അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ 2 മടങ്ങാണ് ആവുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇരട്ടിയാകാണ് ചെയ്യുക. അതായത് നമ്മുടെ ആ ഇക്വേഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് വെട്ടാനുള്ളതൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് ഒന്ന് ഒഴിവാക്കി കൊടുത്ത് നോക്കാം. കണ്ടിന്യൂയുടെ ഇക്വേഷൻ നമുക്കറിയാം ഹാഫ് mv² ആണ്. അപ്പോൾ ഇവിടെ ബാക്കി 2 ആണ് വന്നിരിക്കുന്നത്. അത് കാരണം എന്താ സംഭവിച്ചു? ഇരട്ടിയാവാണ് ചെയ്തത് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഊർജ്ജത്തിൻ്റെ ഡൈമെൻഷണൽ സമവാക്യം എന്താണ്? 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഊർജ്ജത്തിൻ്റെ ഡൈമെൻഷണൽ സമവാക്യം എത്രയാണ് വരുന്നത്? ml² t⁻²-2 ml² t⁻² തന്നെയാണ് ഊർജ്ജത്തിൻ്റെയും അതുപോലെ തന്നെ പ്രവൃത്തിയുടെയും സമവാക്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡൈമെൻഷണൽ സമവാക്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ml² t⁻² ആണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ ഗതികോർജ്ജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ഗതികോർജ്ജം ഹാഫ് mv² ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താണ്? പ്രവേഗം ഇരട്ടിയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവേഗം ഇരട്ടിയായാൽ ബാക്കിയെല്ലാം നമുക്ക് എന്നിട്ട് കൊടുക്കാം. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂസൊക്കെ 1 എന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഹാഫിൻ്റെ അവിടെ 1 എന്നിട്ട് കൊടുത്തു, m എന്ന് പറയുന്നത് 1 എന്നിട്ട് കൊടുത്തു. ഇവിടെ നമുക്ക് ഗതികോർജ്ജത്തിൻ്റെ മാത്രമാണ് അറിയേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് 2v² എന്നിട്ട് കൊടുക്കാം അല്ലേ? അപ്പോൾ നമുക്ക് എത്രയായി? 2² അല്ലേ? 4 അല്ലേ വന്നത്? അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, 4 ഇരട്ടിയാകും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മെത്തേഡിൽ ചെയ്യാം. ഹാഫ് mv² അല്ലേ? അപ്പോൾ ഹാഫ് m ഇൻറ്റു 2v² അല്ലേ? ഹാഫ് m ഇൻറ്റു 2v² ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഹാഫ് m4v² എന്ന് വന്നു അല്ലേ? ഇവിടെ നമുക്ക് നമ്മുടെ ഇക്വേഷൻ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് mv² ആണ്. 4 മാത്രമാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അതായത് കൈനറ്റിക് എനർജി എത്ര മടങ്ങായിട്ട് മാറും? 4 മടങ്ങായിട്ട് മാറും. അങ്ങനെയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, 1ാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണം. 1ാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ് തന്നിരിക്കുന്നത്? കത്രികയാണ് 1ാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണം. ഇനി പാക്ക് വെട്ടി നാരങ്ങ നീക്കിയൊക്കെ എന്താണ്? 2ാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ചവണ എന്ന് പറയുന്നത് 3ാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ജൂളാണ് അല്ലേ? ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ജൂളാണ്. നെക്സ്റ്റ്, LPGയിലെ മുഖ്യ ഘടകം എന്തായിരിക്കും? LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? ബ്യൂട്ടേൻ ആണ്. നെക്സ്റ്റ്, ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ജൂളാണ്. താഴെ തന്നിരിക്കുന്നതിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് ഏതാണ്? മണ്ണെണ്ണയാണ് അല്ലേ? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം. സ്ഥാനാന്തരത്തെ എന്താ പറയുന്നത്? എന്താണ്? പ്രവേഗമാണ് അല്ലേ? ഇത് കണ്ടപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. നെക്സ്റ്റ്, ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജ്ജം ഏതാണ്? സ്ഥിതികോർജ്ജമാണ് അല്ലേ? സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ഗതികോർജ്ജം എന്ന് വെച്ചാൽ എന്താണ്? ചലനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂളാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂള്.
നെക്സ്റ്റ് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക. സൗരോർജ്ജം, കാറ്റ്, തിരമാല, കൽക്കരി ഏതാണ് വരുന്നത്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ് കൽക്കരി എന്ന് പറയുന്നത് അല്ലേ. ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതൊക്കെയാണ്? കാറ്റ്, തിരമാല, പെട്രോൾ, കൽക്കരി. പെട്രോളും കൽക്കരി അല്ലേ വരുന്നത്? പാരമ്പര്യേതരല്ലേ ചോദിച്ചിരിക്കുന്നത്. പാരമ്പര്യേതരയാണെങ്കിൽ ഏതാണ്? കാറ്റും തിരമാലയാണ് വരാം അല്ലേ. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ആണ് വരാം. 3, 4 എന്താണ്? പാരമ്പര്യേതരയാണ് അല്ലേ. പാരമ്പര്യമാണ് അല്ലേ. പാരമ്പര്യേതരയാണ് ചോദിച്ചിരിക്കുന്നത്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ് എന്ന് പറയുമ്പോൾ കാറ്റും തിരമാലയും. കാറ്റിൽ നിന്നുള്ള ഊർജ്ജവും തിരമാലയിൽ നിന്നുള്ള ഊർജ്ജവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പവറിൻ്റെ യൂണിറ്റുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? പവറിൻ്റെ യൂണിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ജൂൾ പെർ സെക്കൻഡ് പവറിൻ്റെ യൂണിറ്റാണ് ജൂൾ പെർ സെക്കൻഡ്. ജൂൾ എന്ന് പറയുന്നത് വരുന്നില്ല അല്ലേ. ജൂൾ എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ യൂണിറ്റാണ് അല്ലെങ്കിൽ ഊർജ്ജത്തിൻ്റെ യൂണിറ്റാണെന്ന് പറയാം. കുതിരശക്തി പവറിൻ്റെ യൂണിറ്റാണ്. വാട്ട് എന്ന് പറയുന്നത് എന്താണ്? പവറിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3, 4 ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് PSC ചോദിച്ച ചോദ്യങ്ങൾ. ഇനി കുറേയൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനി എവിടെയെങ്കിലും ക്വസ്റ്റ്യൻസ് മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അതായത് ഫിസിക്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമായിട്ടുള്ള ക്ലാസ് തരാം. അപ്പോൾ എവിടെയെങ്കിലും വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.